ലിസബത്ത് വെല്ലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റമാണ്. ഇത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ നമ്മൾ കഴിക്കാറുള്ള അലുവയുണ്ടല്ലോ, അതിനേലും സൂപ്പറാണിത്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് റവയാണ്, വറക്കാത്ത റവ. ഇനി വറുത്ത റവയായാലും കുഴപ്പമില്ല, അത് നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് വറക്കേണ്ടി വരുമെന്ന് മാത്രം. അപ്പോൾ ആദ്യം നമുക്ക് പാൻ അടുപ്പിൽ വയ്ക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺ ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരിക്കലും ഈ ഐറ്റത്തിന് ചേർക്കാൻ പാടില്ല. ഞാൻ കോൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും 4 ടേബിൾ സ്പൂൺ തന്നെ. ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റവ അതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. റവയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം. എന്നാൽ റവയുടെ കളറ് വല്ലാതെ അങ്ങ് മാറരുത്, ബ്രൗൺ കളറിലേക്കൊന്നും മാറരുത്. റവ ഇപ്പോൾ പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി വേറെ ഒരു പാത്രം അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് 5.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് റവയ്ക്ക് 5.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. റവ വറുത്തപ്പം ഞാൻ 2 നുള്ളു ഉപ്പ് അതിൽ ചേർത്ത് കൊടുത്തായിരുന്നു. റവയിൽ ചേർക്കണം നിർബന്ധമില്ല. ഇപ്പോൾ ഈ വെള്ളത്തിൽ 2 നുള്ളു ഉപ്പ് നിങ്ങൾ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു ബ്ലൂ കളറാണ് ചേർക്കുന്നത്. അത് കുറച്ച് മതി, ഒരു 2 തുള്ളി 3 തുള്ളിയൊക്കെ ഒഴിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെളുത്തിരിക്കുന്നേ ഉള്ളൂ. കളറും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് വെള്ളം തിളക്കട്ടെ. വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാം. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിടുക. കുറേശ്ശെ റവ ചേർത്ത് കൊടുത്ത് ഇളക്കണം. ഇതിലൊട്ടും കട്ടയായിട്ടൊന്നും വരാൻ പാടില്ല, അതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇരിക്കണം. റവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കാം. ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളം ഒക്കെ നന്നായിട്ടൊന്ന് പറ്റി വരണം. ഇപ്പോൾ വെള്ളമൊക്കെ ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് പഞ്ചസാര പാകം മധുരമാണ്. കുറച്ച് മധുരം മതിയെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാം. നല്ല മധുരം വേണമെങ്കിൽ അളവ് കുറച്ച് കൂട്ടാം. ഞാൻ 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്ത് വീണ്ടും നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ മധുരം കുറവാണെങ്കിൽ മധുരം ചേർക്കാം, ഏലക്കാപ്പൊടി കുറവാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ നെയ്യുടെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ നെയ്യും ഓയിലും മിക്സ് ചെയ്ത് ചേർത്തത്. നല്ലതുപോലെ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരണം. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലേ ഇടാവുള്ളൂ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ല മെൽറ്റായിട്ട് വരും. അപ്പോൾ കുറച്ചുകൂടെ ലൂസാവും. പിന്നെ അത് നമ്മൾ ഇളക്കി ഇതൊന്ന് പറ്റിച്ചെടുക്കുകയാണ്. ഞാനിത് ഇളക്കി നന്നായിട്ട് ഡ്രൈ ആക്കുന്നുണ്ട്. കാരണം ഞാനിത് കട്ട് ചെയ്ത് കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കുന്ന ഒരു പാകമാണെങ്കിൽ ഒത്തിരി ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഡ്രൈ ആയി ഇങ്ങനെ വരുന്നേ ഉള്ളൂ. നമ്മൾ കുറേ സമയം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കേണ്ടതായിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. നല്ല ബലം വേണം കൈക്ക്. അതുപോലെ ഇളക്കുന്ന തവിക്കാണെങ്കിലും നല്ല കട്ടി വേണം. ഇങ്ങനെ വളഞ്ഞു പോണ തവയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടൊന്ന് ഉരുട്ടി നോക്കണം. അപ്പോൾ അത് ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമാണ്. ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി നോക്കുമ്പോൾ കയ്യിൽ ഒട്ടുകയാണ്. അപ്പോൾ കുറേ സമയം കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ മതി. ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇനി നമ്മളിതിലേക്ക്
കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നിച്ചങ്ങനെ ഇടണ്ട, ഒന്ന് ഇളക്കുക, കുറേശ്ശെ ഇടുക, വീണ്ടും ഇളക്കിയിട്ട് എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ ട്യൂട്ടി ഫ്രൂട്ടിക്ക് പകരം നിങ്ങൾക്ക് ക്യാഷോ അല്ലെങ്കിൽ റൈസിനോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കണം. അപ്പം നേരത്തെ നമ്മളൊരു പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് കോരിയിടാം. അങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇപ്പം നന്നായിട്ട് ലെവലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിനി 1 മണിക്കൂർ നേരം നമുക്ക് ഇതുപോലെ പുറത്ത് തന്നെ വെച്ചേക്കാം. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല അലുവയൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നല്ല പീസായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ 1 മണിക്കൂറായി സെറ്റാകാൻ വെച്ചിട്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അത് നമുക്ക് ഈ സൈഡൊക്കെ ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് പിടിച്ചെടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്കൊന്ന് മറിച്ചിടാം. ഇപ്പം മറിച്ചിടണമെന്നില്ല, നമുക്ക് അതിനകത്ത് വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിത് മറിച്ചിട്ടത്. ഇപ്പം കണ്ടോ, നല്ലവണ്ണം സെറ്റായിട്ടുണ്ട്. അലുവയൊക്കെ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാട്ടോ, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിനി ഒന്നും ഇത്രയും വലിയ പീസായിട്ടിരിക്കണം നല്ലതല്ല, കുറച്ചുകൂടി വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാം. ഞാനൊരു പീസ് കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ടേസ്റ്റ് കേട്ടോ, പാകത്തിനും മധുരവും എല്ലാം കറക്റ്റാണ്. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ ഇതേ അളവിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ കളർ ചേർക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാകുമ്പോൾ കളറൊന്നും ചേർക്കണ്ട. അപ്പോൾ വൈറ്റ് കളറിൽ ഇരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ 1.5 കപ്പ് റവയ്ക്കല്ലേ ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കട്ട് ചെയ്തൊക്കെ ഇതിൻ്റെ വെയിറ്റ് നോക്കിയപ്പം 1.400 ഉണ്ട്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 1 ദിവസം 2 ദിവസമൊക്കെ പുറത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.